ഗായ്സ്, അപ്പൊ പിന്നെ നഴ്സിംഗ് ഹോമില് ബാക്കി ട്വിസ്റ്റ് അറിയണ്ട് നിങ്ങക്ക്? ഞാൻ എവിടെ ചെന്നാലും എനിക്കൊരു കുരിശുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു ഈ നഴ്സിംഗ് ഹോമിലും. പക്ഷെ ഇവിടത്തെ കുരിശ് ഒരു നഴ്സ് തന്നെയായിരുന്നേ. ഞാനീ പോയായിരുന്നു ഈ വയ്യാത്ത അപ്പന്മാരെ അമ്മമാരെയൊക്കെ നോക്കാനായിരുന്നല്ലോ. ഉച്ച കഴിയുമ്പോഴത്തേന് ഇവരെല്ലാരും കൊണ്ടുവന്ന് അവിടുത്തെ ഹാളിലെത്തുന്ന ഒരു പരിപാടി ഉണ്ട്. കാലാകാലങ്ങളായിട്ട് മിക്ക സ്ഥലങ്ങളിലും നടന്നു പറഞ്ഞൊരു സമ്പ്രദായമാണ് കേട്ടത്. ഇതുപോലെ തന്നെ നടക്കണ വേറൊരു കാര്യമാണ്, ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും എവിടെ നിന്നില്ലാത്തൊരു എനർജി. അത് കഴിഞ്ഞ് പിന്നെ എന്തിട്ടുണ്ടാവണോ ദൈവം തമ്പുരാനും പോലും അറിയാൻ പാടില്ല. കേരന്മാരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിളക അല്ലെങ്കിൽ സൺഡൗൺ സിൻഡ്രോം ഇങ്ങനെയൊക്കെ എല്ലാവരും പറയാറ്. അപ്പൊ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാലല്ലോ. രണ്ടാപ്പാപ്പന്മാരുടെ തമ്മില് മുട്ടനടിയായി. അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൂടിട്ടാ, കൂട്ടത്തിൽ ഈ കുരിശും കൂടി. ആ നേരത്തെ ഈ കുരിശ് എന്നെ കണ്ടപ്പോ ഇതിനും ഭ്രാന്തായെന്ന് തോന്നണം. ഇത് എന്റെ അടുത്ത് പറഞ്ഞു സാറസ്റ്റ് എടുത്തോണ്ട് എടുക്കാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ആ ബിൽഡിംഗ് മൊത്തം സാറേനെ അന്വേഷിച്ച് നടന്നു. അവസാനം സാറേനെ കാണാത്ത വിഷമത്തിൽ ഞാൻ തിരിച്ചെന്നപ്പോഴത്തേനും എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് പോങ്ങായി ഞാൻ മനസ്സിലാക്കണേ, സാറാന്ന് പറയുന്നത് ആളല്ല, സാറാ സ്റ്റഡി മെഷീൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് എനിക്കും മനസ്സിലായി.